കണ്ടത്. ഇനി എറണാകുളം ജില്ലയിലെ മറ്റു മേഖലകളിലേക്ക് കൂടി നമ്മൾ പോയാൽ എറണാകുളം ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ പലയിടത്തും സമാനമായി വെള്ളം കയറിയ അവസ്ഥയിലാണ്. സ്നേഹമോളിനെ ഞാൻ നമുക്കിപ്പോൾ സ്നേഹ, ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ പ്രതിസന്ധി ഉള്ളത്? ആളുകളെ മാറ്റേണ്ട അവസ്ഥയുണ്ടോ കൊച്ചിയിൽ? രതീഷ്, പുലർച്ചെ ഏകദേശം 2 മണിയോടുകൂടി എറണാകുളം ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചിരുന്നു. ഏകദേശം ഒരു 7 മണിയോടുകൂടി തന്നെ ശക്തമായ മഴ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മഴയ്ക്ക് നിലവിൽ നല്ല രീതിയിൽ തന്നെ ശമനം ഉണ്ടായിട്ടുണ്ട്. എറണാകുളത്ത് കലൂര്, സ്റ്റേഡിയം ലിങ്ക് റോഡ്, ഇടപ്പള്ളി, പാലാരിവട്ടം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിരുന്നു. പക്ഷേ മഴ കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത്തരത്തിൽ ഈ ചെറിയ നഗരപ്രദേശത്തെ റോഡുകളിലേക്കാൾ ഈ ചെറിയ ഇടവഴികളിലൂടെയാണ് ഈ വെള്ളക്കെട്ടുകൾ രൂക്ഷമായത്. പക്ഷേ ഇന്ന് റെഡ് അലർട്ട് ആണെങ്കിൽ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എവിടുത്തെയാണ്? ആ റോഡിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെയാണല്ലോ വാഹനങ്ങളൊക്കെ അപകടകരമായി പോകേണ്ടി വരുന്നത്. എവിടുത്തെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്? രതീഷ്, ഇപ്പോൾ ഇത് കലൂരിലുള്ള ഒരു റോഡിലെ ഇടവഴിയിലുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലേക്കും പോകുന്ന ആളുകൾ ഈ വെള്ളം താണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാനകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ചെറിയ മഴയിൽ തന്നെ ഈ വെള്ളം രൂക്ഷമാകാനുള്ള സാഹചര്യം എന്നാണ് ഈ നാട്ടുകാർ ഒക്കെ തന്നെയും പറയുന്നത്. ഈ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇങ്ങനെ ഈ വെള്ളത്തിലൂടെ ഈ നടന്നു വരുന്നത് കൊണ്ട്. മാത്രമല്ല ഇവിടെ താമസിക്കുന്ന ആളുകൾ നമ്മളൊരു കാര്യം പറഞ്ഞത്, ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ തന്നെയാണെങ്കിലും ഈ ഒരു വശത്ത്, റോഡിൻ്റെ ഒരു വശത്ത് നിന്നാൽ ഈ വാഹനങ്ങളൊക്കെ ഈ വെള്ളം കയറിയ ഭാഗത്തുകൂടി വേഗത്തിൽ പോകുമ്പോൾ ആ വെള്ളം ദേഹത്തേക്ക് തെറിച്ചു വീഴുന്നു. അങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഈ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. വെള്ളക്കെട്ട് എല്ലാ വർഷവും വരും. പക്ഷേ ഇത്രയും വെള്ളം വരില്ല. നല്ല ദിവസം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. വന്നാൽ വീടിനുള്ളിൽ, പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ എല്ലാ വേസ്റ്റും അടിഞ്ഞ് ഡ്രെയിനേജ് ക്ലിയർ അല്ല ഒന്നാണ് നമ്മുടെ ഇവിടെ. എറണാകുളം നല്ല പൊതുവെ എല്ലാ സ്ഥലങ്ങളും. പിന്നെ മനുഷ്യരും അതിന് സഹകരിക്കുന്നില്ല. വന്നവരും പോണവരും വേസ്റ്റ് എറിയണതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. അല്ലാണ്ട് എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. കോർപ്പറേഷനെ കൊണ്ട് ചെയ്യാവുന്ന മെച്യൂരിറ്റി അവർ ചെയ്യും. പക്ഷേ കൗൺസിലർമാർ അതിന് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങളുടെ കൗൺസിലർ മെയിനായിട്ട് അരിഷൂട്ട് എന്ന് പറയുന്ന ആൾ മെയിനായിട്ട് നല്ലോണം ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. ഇങ്ങനെ ഇതിലെ വഴി പോകുന്ന ഈ വാഹനങ്ങളൊക്കെ വെള്ളം തെറിപ്പിക്കണത് ഏത് വണ്ടി പോയെന്നാലും, ഏത് ചെറിയ വണ്ടി പോയാലും വലിയ വണ്ടി പോയാലും നടന്നു വന്ന മനുഷ്യരോ പോലും ഒരു അനുകമ്പ കാണിക്കാണ്ട് ഒരു വെള്ളം ചീറ്റിച്ച് പോകണം. എന്നാൽ പുതിയ വണ്ടി ആയിക്കോട്ടെ പഴയ വണ്ടി ആയിക്കോട്ടെ, അത് മെയിനാണ് ഈ റോട്ടിൽ. രാവിലെ എത്രത്തോളം വെള്ളം കയറിയായിരുന്നു? രാവിലെ ആ പോസ്റ്റിന്റെ പകുതി വരെ, ആ പോസ്റ്റിന്റെ കാലിന്റെ ആ ഇലയൊന്നും കാണൂല, ലീഫൊന്നും കാണൂല. അത്രയും വരെയും വെള്ളം മുങ്ങിയിട്ടുണ്ടായി. ഞങ്ങൾ ഉയർത്തിയത്. ഞങ്ങളുടെ ഇപ്പൊ 8 വർഷം കഴിഞ്ഞ് വീട് പൊക്കിയിട്ട്. പണ്ട് എത്രമാത്രം വെള്ളം കയറുമായിരുന്നു? വീടിനുള്ളിൽ കയറും. വീടിനുള്ളിൽ കയറിയിട്ടാണ് അത് പൊളിച്ചു പോണത്. ഞങ്ങളുടെ കല്യാണത്തിന് വീടൊക്കെ പേച്ച് വർക്ക് ചെയ്ത് പണിതായിരുന്നു. വീടിനുള്ളിൽ കയറുന്ന ബുദ്ധിമുട്ടുകൊണ്ട് പൊളിച്ചു പോണു. ഇന്ന് രാവിലെ വീടിന്റെ മുറ്റത്ത് വരെ വെള്ളം, മുറ്റത്ത് വെള്ളം കയറി. അതാണ് എനിക്കൊരു ജോലി ഉണ്ടായി, കുക്കിംഗ് സ്ഥിരം ചെയ്യണം. പോയി വിളിച്ചു പറഞ്ഞ് ചെല്ലൂല, ഈ വെള്ളം നീന്തി പോയില്ല. കുട്ടികൾ സ്കൂളിൽ പോയോ? ഇല്ല, കുട്ടികളെയും വിട്ടില്ല. ജോലിക്കും പോയില്ല. പോയില്ല. മോള് മാത്രം പോയി. ഭൂരിഭാഗം വീട്ടിലുള്ള ആളുകളുടെയും അവസ്ഥ ഇതാണ്. ജോലിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവര് വിളിച്ച് പറഞ്ഞ ഈ അവധിയൊക്കെ എടുത്തിരിക്കുകയാണ്. ഇവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, പണ്ട് ഈ കഴുത്തപ്പം വെള്ളമൊക്കെ ഇവിടെ കയറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രയും കയറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. മാത്രമല്ല ഈ വഴിയോരങ്ങളിലുള്ള വീടുകളൊക്കെ കുറച്ച് ഉയർത്തി ഇവർ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒരു നേരിയ ആശ്വാസമുണ്ട് എന്നാണ്. ഇപ്പോൾ മഴ നല്ല രീതിയിൽ തന്നെ മാറി നിൽക്കുന്നുണ്ട്. ഇനി വരും മണിക്കൂറുകളിലൊക്കെ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഇനിയും വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. മഴ അല്പം മാറിയ അവസ്ഥയാണ് ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 3 മണിക്കൂറിൽ അതിശക്തമായ മഴ പലയിടത്തും പെയ്തു എന്നാണ് കാലാവസ്ഥ അപ്ഡേറ്റിലുള്ളത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു രാവിലെ ഉണ്ടായിരുന്ന പ്രവചനം. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെ പലയിടത്തും ശക്തമായ മഴയുണ്ടായി. വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. കൊച്ചിയിൽ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. തൃശ്ശൂരിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ഇടുക്കിയിൽ ഉൾപ്പെടെ ജാഗ്രത തുടരുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. കലൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ പേരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ രാവിലെ മുതൽ അനുഭവിക്കുന്നത്.